എന്താണ് മെറ്റബോളിസം? പ്രത്യേകിച്ച് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം ഗ്ലൂക്കോസ് മെറ്റബോളിസമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷകവസ്തുക്കളിൽ ഒന്നാണല്ലോ അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്. ആൻഡ് കാർബോഹൈഡ്രേറ്റ് ഈസ് ഫൈനലി ബ്രേക്ക് ഡൗൺസ് ടു ഫോം ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ രക്തത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ വളരെ എഫിഷ്യൻ്റായിട്ട് ഈ ഗ്ലൂക്കോസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കോശങ്ങളിൽ എത്തിച്ച് അതിനെ എനർജിയാക്കി മാറ്റി ശരീരം എത്ര ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു എന്നതിനെയാണ് ഗ്ലൂക്കോസ് മെറ്റബോളിസിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഈ ഒരു വിഷയത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന പല ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും അത് പ്രധാനമായിട്ടും ഗ്ലൂക്കോസ് മെറ്റബോളിസം ഇമ്പയർഡ് ആണ് അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ ആണ് എന്നുള്ളതിൻ്റെ സിംറ്റംസ് ആണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഡയബറ്റീസ് ഒരു മോശമായ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൻ്റെ സൂചനയാണ്. നിങ്ങളുടെ ശരീരത്തിലെ ട്രൈഗ്ലിസറൈഡ്സ് ലെവൽ കൂടുന്നുണ്ടെങ്കിൽ അതും പുവർ ഗ്ലൂക്കോസ് മെറ്റബോളിസിൻ്റെ സൂചനയാണ്. നമ്മുടെ ശരീരത്തിലെ ഫാറ്റി ലിവർ ഉണ്ടാകുന്നതും ഡയബറ്റീസ് ഉണ്ടാകുന്നതും ടൈപ്പ് 3 ഡയബറ്റീസ് ആയിട്ടുള്ള ഡിമെൻഷ്യ എല്ലാം മെറ്റബോളിക് ഡിസ്ഫങ്ഷൻസാണ്. നമ്മുടെ ശരീരം മെറ്റബോളിക്കലി സ്ട്രോങ് ആണ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? മെറ്റബോളിക് സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ലാബ് ടെസ്റ്റുകൾ ഇതൊക്കെയാണ്. ഒന്ന്, നമ്മളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽസ്. പ്രധാനപ്പെട്ട കാരണം ഇൻസുലിനാണ് നമ്മുടെ ശരീരത്തിലെ മാസ്റ്റർ ഗ്ലൂക്കോസ് മെറ്റബോളിക് ഹോർമോൺ. അപ്പോൾ ഇൻസുലിൻ എത്ര എഫിഷ്യൻ്റ് ആണെന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഒന്നാമത്തെ ടെസ്റ്റ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ. 2, ഹോമ IR. നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് ഹോമ IR. 3, A1C HbA1c. 3 മാസത്തെ ശരാശരി വാല്യൂ ആണ്. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിനടുത്തൊരു ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങളുടെ ഇപ്പോഴത്തെ ട്രൈഗ്ലിസറൈഡ്സ് ലെവൽ. 5, യൂറിക് ആസിഡ് ലെവൽസ്. യൂറിക് ആസിഡ് ഒരു മെറ്റബോളിക് മാർക്കറാണ്. 6, തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ്. അപ്പോൾ ഈ 6 ടെസ്റ്റുകൾ കൂടി നിങ്ങളുടെ ഇപ്പോഴത്തെ മെറ്റബോളിക് സ്റ്റേറ്റസ് അറിയുന്നത് തീർച്ചയായിട്ടും പ്രാധാന്യമുള്ളൊരു കാര്യമാണ്.